ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് ഉമ്മൽക്കോയിലാണ്. ഉമ്മൽക്കോയിലെ സൂ പാർക്കിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാനുണ്ട്, ഷമോളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് എത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 25 ദിർഹമാണ്. ഒരു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർക്കിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുള്ളൂ, ഈ സൂ പാർക്കിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ക്ലൈമറ്റ് ചെറുതായിട്ട് ചൂടുണ്ട്, തണുപ്പ് ക്ലൈമറ്റ് ഇങ്ങോട്ട് ആയിട്ടില്ല, നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ കുറവുണ്ട്. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷമോളും കൂടി പോയിട്ടും ചെക്ക് ചെയ്യാം. നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ജിറാഫ് ഉണ്ട്, 3 ജിറാഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെറിയ മാനുവർഗത്തിൽ പെട്ടെന്ന് സാധനമാണ്, അതിൻ്റെ പേരൊന്നും അറിയില്ല. Come on, you come on. You go next, please. Go. Are you walking? Are you walking? Faster. Run, boy, run. Run. Did you both do that? Go touch it. ഒരാൾക്കുട്ടൻ ഒരാളെ കാൽവ് പിടിച്ചിട്ട് ഇവരാളെ കയ്യിൽ പിടിച്ചിരിക്കാൻ നടക്കുകയായിരുന്നു. ക്യാമൽ ഷമോ അത് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നേ, ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരുന്ന പോലെ. സുമിയ, കുട്ടിൻ്റെ ബോട്ടിൽ എടേ അല്ലോ ഷമോ ഷമോ കണ്ടു പറ്റില്ല. എന്താണ്? ടൈഗർ അവിടെ ഉണ്ട്, കിടന്ന് പറയുകയാണ്. ഉച്ചമയക്കത്തില്ല തോന്നുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് എണീക്കും തോന്നുന്നുണ്ട്. ടൈഗറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ഇവർ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചില്ല. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ആടുണ്ട്, പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് ആടുണ്ട്, താടിയൊക്കെ ഉള്ള ടൈപ്പ് ആടാണ്. ക്ഷമ, എന്തിനാ എനിക്കിഷ്ടം? എന്തിന് ആടിന് വേണ? തൊട്ടോക്ക് ഇഷ്ടമോ? തൊട്ടോക്ക് ഇങ്ങോട്ടോക്ക്. ഇഷ്ടമായ ഇഷ്മൾക്ക് വേണ? ഫുഡ് കൊടുക്കാനുള്ള ഒരായി എടുത്ത് എന്തിനാ എനിക്ക് വേണ്ടേ? എനിക്ക് എല്ലാം വേണമല്ല, ഏതാ ഇഷ്ടപ്പെട്ട അതിൽ നമുക്ക് പൊക്കി കൊണ്ടുപോവാം. ഇവിടെ ഒരു ടൈപ്പ് ഡോഗ് ഉണ്ട്. ഇതെന്താ? ഒന്ന് ചെറുതുണ്ട്, അതിന് കുട്ടി വന്നിന്. ഇവിടെ വേറെ ഒന്നുണ്ട്. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ്. ഞങ്ങളിവിടെ ഒരു 4:30 ആ ടൈമിലാണ് എത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഇപ്പോൾ ഈ ചൂടുകാലത്ത് 3:30 മുതലാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. എന്നിട്ട് 8 മണി വരെയാണ്. ഇപ്പോൾ വീക്കെൻഡിൽ 10 മണി വരെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഹ്യൂമിഡിറ്റി ഒക്കെ കുറവുണ്ട്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആനൻ്റെ ഒരു ചെറിയൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ഒട്ടക പക്ഷികളുണ്ട്.
കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇങ്ങനെ വന്ന് കാണാനൊക്കെ. നമ്മളവിടെ ഒരാളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്, പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ചുമ്മാ ഇതെന്താ ഇതെന്താ എന്താണത്? പേരെന്താ? എന്താ എനിക്ക് വേണ്ടത്? അന്നെ അത് നോക്കിന് ഇഷമോ ഇതിൻ്റെ ഉള്ളിൽ അണ്ണാനുണ്ട്. അണ്ണാൻ മൂലൊക്കെ പോയി ഒളിച്ചിരിക്കുമെന്നുണ്ട്, കാണാനില്ല. ഇവിടെ ഒരു ടൈപ്പ് മങ്കി ഉണ്ട്. ഇതെന്ത് ടൈപ്പാ? ഇതൊക്കെ ഇഷമോ എന്തൊക്കെ പോണേ? ഇതാ പോണ്. ഇതെന്ത് ടൈപ്പ് കുരങ്ങനെ? സിംഹവാലനാണോ? എന്താ പേരൊന്നും അറിയില്ല കേട്ടോ. ഇവരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, മുകളിലുണ്ട്. ഈ വാലിനായിട്ട് എന്തോ പ്രത്യേകത ഉണ്ട്. കാരണം വാലുകൊണ്ട് അവരിങ്ങനെ പിടിക്കുന്നുണ്ട്. വാലിങ്ങനെ മുകൾക്ക് ഇങ്ങനെ ആയിക്കണ്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ അറിയില്ല. പേരാർക്കെങ്കിലും അറിയാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യും. ഹലോ ഇത് വാലൊരു കൈ മോഡൽ പിടിക്കണ്ടോ? വേണ്ട. ഇത് സിംഹവാലനാണോ? ഹായ് ഷമോ ഹായ്. ഇത് വാലിട്ട് പിടിക്കണത് ഞാൻ ആദ്യമായിട്ട് കാണട്ടെ, എങ്ങനത്തെ കണ്ടിട്ടില്ല. അവിടെ മുകളിലൊക്കെ ഉണ്ട്, മുകളിലൊക്കെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരുത്തർ. ഇവിടെ വേറൊരാളുണ്ട്, നമ്മളെ കഴുകൻ. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒന്നുള്ളൂ. അല്ല അടിയിലുണ്ട്. അവിടെ വേറെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? അവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പീക്കോക്ക് ഉണ്ട്. ചുമ്മാ ഇതെന്താണ്? വേറെ ശാനം. അതെന്താ? വേറെന്തോ ചെടിയാണ്. പീക്കോക്ക് ഉണ്ട്. ഇവിടെ വേറെ കിളികളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൂട് മോഡൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റം കിളികളുണ്ട് കേട്ടോ. ഇത് അവർ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ കുറേ കിളികളുണ്ട്. ഇങ്ങനെ നമ്മൾക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിൽ ഇങ്ങനെ കുറേ മരങ്ങൾ, ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കിളികളുണ്ട് കേട്ടോ. കുറേ ടൈപ്പ് മരങ്ങളുണ്ട്. ചെറിയ ചെടികളാണ്, വലിയ മരങ്ങളല്ല. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇടയ്ക്ക് ലവ് ബേർഡ്സ് അല്ലേ? നമ്മളപ്പോൾ ഇങ്ങനെ നിന്ന് തരുന്നുണ്ട് കേട്ടാ, പാവം. ഇത് ഫുഡൊന്നും കൊടുത്തില്ല അതിന്. അയ്യോ, ഇത് ലവ് ബേർഡ്സാണ് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ കാണാം, ഇവിടെ ലയൺ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ലയൺനെസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂമാണ്, അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ സിംഹമല്ല. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സിംഹം ഉണ്ടാവും വിചാരിച്ച് ഇവിടെ പോയി നോക്കുമ്പോൾ അവിടെ സിംഹമല്ല, അത് വാഷ്റൂമാണ്. ഒരു വെറൈറ്റി അല്ലേ. ഇവിടെ ഒരു ക്യാമലിന് ഓപ്പണാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഷമോ എന്താ ക്യാമൽ ആട് പോരുത്. ഇതെന്താണെന്നറിയോ? ഇത് ഡോങ്കി. എന്താ ക്യാമലിൻ്റെ അടുത്ത് പോരുത് കേട്ടോ. ക്യാമലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ക്യാമൽ നമ്മൾ എന്താ കാട്ടുക? ഉമ്മ വരികയല്ല, ക്യാമറ ഒറ്റ ചവിട്ടാണ്ട് ചവിട്ടും ട്ടാ. ഷമോ എവിടുക്ക പോണ്? ജി? ഇവിടെ ഇങ്ങനെ കൊമ്പുള്ള ആടൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ആടാലോ. എന്നിട്ട് കൊമ്പിൻ്റെ വലിപ്പം നോക്ക്, ഇതാ വലിപ്പം. എന്നിട്ട് ഒരു കുത്തിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും. ഇവിടെ വേറെയും ടൈഗർ ഉണ്ട്. അവരിതങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉച്ചമയക്കത്തിൽ വന്നിട്ടുണ്ട്. കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പാങ്ങൾ ഫുഡൊന്നും കൊടുക്കില്ല തോന്നുന്നു. തടിയൊക്കെ കുറഞ്ഞേക്കണം. പക്ഷെ അതെന്താ നോക്ക്, അതെന്താണ്? ടൈഗർ ഇഷ്ടാ? ഇവിടെ നമുക്കിങ്ങനെ കുറേ പക്ഷികളൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ മേത്തൊക്കെ ഇങ്ങനെ വെച്ച് തരും.
ഇഷമോളെ മേത്തേക്ക് വെച്ച് കൊടുക്കിട്ട് ഇങ്ങോട്ട് വാ ഇഷമോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പിടിച്ചോ അതിനെ പിടിച്ചോ അതിനെ കൈ കൊണ്ട് പിടിച്ചോ കയ്യിൽ ഇങ്ങനെ 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 കാണിച്ചു കൊടുക്കും ഇഷ്ടം ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇത് നമ്മൾ കൈമൊക്കെ ഇങ്ങനെ വെച്ച് തരട്ടോ അതിൻ്റെ മേത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇത് കൊത്തു ആവോ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓ ഇത് ഭയങ്കര വലിയ ചുണ്ടൊക്കെയാണ് നാവൊക്കെ വലിയ നാവാണ് പിന്നെ ഇവിടെ പഞ്ചവർണ്ണ തത്ത ഉണ്ട് നമ്മൾ കണ്ടാണല്ലോ നമ്മൾക്ക് വയനാടിൻ്റെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തത്തകളൊക്കെ ഇവിടെ ഉണ്ട് ഇറ്റ് വിൽ നോട്ട് ബൈറ്റ് റൈറ്റ് ഇത് കൊത്തുവോ അല്ലോ ഭയങ്കര രസട്ടോ ഓ എൻ്റെ സോസ് എടുക്കാൻ തോന്നുന്നു ഭയങ്കര സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഇഷ്ടം അങ്ങോട്ട് തിരിഞ്ഞ ഇഷമോളെ മേത്ത് ഒരാൾ കയറിയിട്ടുണ്ട് പേടിയുണ്ടോ ഇഷമോ ഇല്ലല്ല പേടിണ്ടാ The bird is flying. ഇവിടെ രണ്ടെണ്ണമുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ വേറെ ടൈപ്പ് കിളിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഇതുണ്ട് കേട്ടോ നമ്മൾ ഇന്നാളെ കണ്ടതിൻ്റെ പേരെന്തോ ഒരു പേര് പറഞ്ഞാൽ മറന്ന് പിന്നെ ഇവിടെ ദാ വൈറ്റ് വെള്ള ടൈപ്പ് ഇഷ്ടമുൾക്ക് ഏതാ വേണ്ടേ അങ്ങോട്ട് നോക്ക് അതിൻ്റെ ഉള്ളിൽ നോക്ക് അതെന്താ നോക്ക് കൂട്ടിലെന്താ നോക്ക് ഇഷ്ടമോ കൂട്ടിലെന്താ നോക്ക് പേടിച്ചിട്ട് വേണ്ട തലം വേണ്ട ഇതാട്ടോ ഈ പാർക്കിലെ മെയിൻ അട്രാക്ഷനുകളൊന്ന് ഒറാങ്ങുട്ടാൻ ഇവരപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ അതിനൊക്കെ പറ്റും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മൂപ്പരാളുണ്ടായിരുന്നു മൂപ്പരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് മൂപ്പരാളെ കവറുണ്ട് വലിച്ചു വാങ്ങി അതിലുള്ള വെള്ളമൊക്കെ ആയിരുന്നു കുടിക്കുകയാണ് ഷുമ ഹായ് ചോദിച്ചോക്ക് എന്തോ സങ്കടത്തിലാണ് ഹായ് എന്താ വെള്ളം കുടിക്കണമെങ്കിൽ ഇരുന്ന് കുടിക്കണമൊക്കെ സിമ്പിളായിട്ട് അതാട്ടോ ഈ പാർക്കിലെ മെയിൻ അട്രാക്ഷന് ഒറാങ്കുട്ടാന് അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഇരുന്ന് കുടിക്കണമൊക്കെ നോർമലായി സിമ്പിളായിട്ട് ഇങ്ങനെ ഇരുന്ന് സാവധാനം ഇരുന്ന് കുടിക്കുകയാണ് എന്തോ ടെൻഷൻ തോന്നുന്നു ഈ വെള്ളം ഇവിടെ ഒരു ചെങ്ങായി ഇങ്ങനെ വേറൊരു ജീവനെ ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ അയാളെ കവറിലുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ അപ്പോൾ ആ കവറിൻ്റെ വാങ്ങിയിട്ട് അതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് കുരങ്ങനെ കാണാം ഇതിൻ്റെ സൈഡിലിങ്ങനെ ഒരു താടി മോഡൽ സൈഡിലേക്ക് ഇങ്ങനെ മാറിയിട്ട് ഒരു വെള്ള കളർ താടി മോഡലുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് കുരങ്ങന്മാരാണത് ഇവിടെ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളവരാണ് പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് കോഴി ഇതിവിടെ വേറൊരു ടൈപ്പ് കോഴി ഉണ്ട് ഫുൾ വെറൈറ്റി ആണല്ലോ ഇത് വേറൊരു ടൈപ്പ് കോഴി ഫുള്ള് വെള്ള കുറച്ച് വലുതായിട്ട് പിന്നെ ഇവിടെ നമ്മളവിടുത്തെ നാടൻ കോഴി ഇവിടെ കരടി ഉണ്ട് ഓ കരടിനൊക്കെ കാണുമ്പോൾ തന്നെ ഡേഞ്ചർ സാധനമാണ് ഇതൊക്കെ ചെറിയ ടൈപ്പാണ് രണ്ടെണ്ണം ഉണ്ട് ഒന്നിവിടെ ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് ഇവിടെ അതാ പുള്ളി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇവിടെ വേറെ ഒന്നുണ്ട് പാവം ഫുഡൊന്നും കിട്ടാഞ്ഞിട്ട് ആകെ തടിയൊക്കെ കുറഞ്ഞിരിക്കണം ഇതാണ് കുറച്ചൊരു വലിയൊരു ടൈഗർ ഇതിനെങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ഡേഞ്ചറാണ് ആൾ
ഒറ്റ ഒന്നുള്ളൂ കേട്ടോ. ഈ ചെറിയൊരു സ്ഥലത്ത് ഒറ്റ ഒന്നിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വേറെ 2 ടൈഗറുണ്ട്, അവർ കിടന്നുറങ്ങുകയാണ്. പിന്നെ ഇവിടെ ഒരുത്തുണ്ട്, അത് വെള്ളത്തിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇത് കുറച്ച് വലുതാണ്. എവിടെ? ഓ, ഇതിൻ്റെ ആൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഓ, അതൊക്കെ ഒരു കടി അടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന്. ഇയാളൊന്നും കടിക്കൂലാവോ? ഇവിടെ ഇയാളെ കടിക്കൂലാവോ? ഞാനിങ്ങനെ കുളിപ്പിക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ, നല്ല ചൂടല്ല, ചൂട് എന്നാലും കുറവുണ്ട്. എന്നാലും അവർക്കൊക്കെ നല്ല ചൂടാകും. അവർ കാട്ടിലൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്ന ടീമല്ലേ. അവരെ ഇങ്ങനെ തണുപ്പിക്കുകയാണ്. ഇവിടെ തൊട്ട് വേറെ 2 ഇതും ടൈഗറിൻ്റെ കാറ്റഗറിന് തോന്നുന്നത്. ഇതൊരു വരൊക്കെ ഉള്ള ഒരു ടൈപ്പ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഓ, ഇതിലൊക്കെ ഒരു സൈസൊക്കെ. ഈ ടൈഗറിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് ഇവിടെ ഈ ആടുകളൊക്കെ ഉള്ളത്. ഈ ടൈപ്പ് ആട്, കൊമ്പൊക്കെ ഉള്ള ആടുള്ളത്. ഇവർ കാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ പിടിച്ച് അടിപൊളിയായി നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിനെങ്ങനെ കണ്ടിട്ട് നടക്കേണ്ട ഒരു വിഷമോ. അങ്ങോട്ടൊക്കെ ലയൺ നോക്ക്, ഇതാണ് നമ്മളെ സിംഹം. ഓ, സിംഹം പാവം ഇങ്ങനെ ആടനൊക്കെ ഉണ്ട്. ഒരാളത് അവിടെ കിടക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവർക്ക് നല്ലപോലെ ഫുഡ് പോലും കിട്ടുന്നുണ്ടാവില്ല. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഓ, പാവം സിംഹം കൂട്ടിൽ കുറേ കാലമായിട്ടൊക്കെ എടുക്കുന്നത്. അതിൻ്റെ പല്ലൊക്കെ 2 പല്ലിങ്ങനെ. ഇവിടെ വൈറ്റ് ലയണ് 3 ഉണ്ട്. ഒന്ന് അവിടെ ഉണ്ട്. 4, 5 ഉണ്ട്. ഇത് അത്ര വലിപ്പമൊന്നുമില്ല, കുറച്ച് സൈസ് കുറവാണ് മറ്റേ ലയനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അവർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പ്. അങ്ങനത്തെ ചെറിയൊരു കൂടാണ്, വലിയ കൂടൊന്നുമല്ല അവർക്കുള്ളത്. ഓ, ഇവിടെ വേറെ ടൈപ്പ് ഓഫ് ആടുണ്ട്. അതിൽ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ടൈപ്പ് പാവങ്ങൾ. മുട്ടനാടാ. ഇത് വേറെ ടൈപ്പ് ആടാ. പിന്നെ അവിടെ കുറേ ആടുകളുണ്ട്. ഇത് ആട് ജീവിതത്തിൽ ആട് മോഡലാണ്. ഇവർക്ക് ഇങ്ങനത്തെ ഒരു കൂടായിട്ടിരിക്കണം. ഇതിൽ 2 ടൈപ്പ് ആടുണ്ട് തോന്നുന്നു. പിന്നെ അവിടെയൊക്കെ കൂടുകളുണ്ട്, അവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഉണ്ട്, ഒട്ടകമുണ്ട് അവിടെ. പിന്നെ നിൽക്കണൊക്കെ ഇവിടുത്തെ പണിക്കാരുടെ റൂമുകളാണ് തോന്നുന്നത്, അവർ താമസിക്കുന്ന റൂമാണ് തോന്നുന്നുണ്ട്. ഇവിടെ പീക്കോക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. 2 മയിലുണ്ട്. ഈ മയിലിൻ്റെ മൈപ്പിയിലൊക്കെ പോയിക്കണം. ഇവിടെ വേറെ ഒന്നുണ്ട്, അതിന് കുറേ മൈപ്പിയിലൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ള വന്നപ്പോൾ എല്ലാ പക്ഷികളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇഷ്ടമുള്ള നോക്കാൻ വന്നാൽ തോന്നിട്ട്. ഇവിടെ ഇങ്ങനെ ലവ് ബേർഡ്സ് കുറേ നിൽക്കുന്നുണ്ട്. ഇതൊരു കിളിക്കൂട് സെറ്റപ്പാണ്. ഇത് കുറേ കിളികളുണ്ട്. അതിലിങ്ങനെ അതിനുള്ള മരങ്ങളൊക്കെ ചെടികളൊക്കെ അവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടില്ലേ എന്നെ സംഭവം. കുട്ടികൾക്കൊക്കെ രസമാവും. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ 2 മരങ്ങളുണ്ട്. അതിന് നിറച്ചിങ്ങനെ ലവ് ബേർഡ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കിട്ടില്ല ഈ ഇതുള്ളതുകൊണ്ട്. ഇവിടെ മക്കളെ അടിപൊളി വലിയ ആമകൾ ഇട്ടാ. ഇവിടെ ഓ, അതിന് വലുതൊന്നും അവിടെ ഉണ്ട്. അതിങ്ങനെ നീങ്ങി വരുന്നുണ്ട് ഇട്ടാ. അപാര സാധനം. വലിയൊരു ആമ. ഇവിടെയൊക്കെ ശരിക്കും ആമൊക്കെ നമ്മളെ കണ്ടാൽ അതിൻ്റെ തല കൊള്ളും കിടൂല. ഇതാവുന്നില്ലല്ലേ മാറിക്ക്. ഇഷുമ്പളക്കാടി വലിയ ആമ.
പാട്ടാടി കൊടുക്കണ്ട ഈ തൊട്ടുള്ളിൽ പോവോ തൊടണ്ടട്ടാ. ഓ എന്ത് വലിപ്പമാണ് അതിൻ്റെ കാലൊക്കെ നോക്ക്. പിന്നെ ചിലപ്പോൾ പല്ലൊക്കെ ഉണ്ടാവും. പല്ലുണ്ടാവട്ടെ ചുമ്മാ കടിക്കുവേ. കാലൊക്കെ നോക്കുക വേറെ കാല് ഭയങ്കര വലിയ മറ്റത്. ഇലക്കെ അത് തിന്നുന്നുണ്ട്. ആ ആ ചളി ഇങ്ങനെ തിന്ന ഇല തിന്നു. ആ ഇല ഉണ്ടാ ഇല തിന്നണ്ട. പല്ലുണ്ടോ അത്? കടിക്കൂ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ചെറിയൊരു ടൈപ്പ് ആമ ഇവിടെ ഒന്നുണ്ട്. പിന്നെ അപ്പുറത്തൊന്നുണ്ട്. പിന്നെ ഇവിടെ അതിനും ചെറിയ ടൈപ്പ് ആമ വെള്ളത്തിലുണ്ട്. അവിടെ അപ്പുറത്തുണ്ട്. ഇത് വെള്ളത്തിലുണ്ട്. ഇത് വേറെ ടൈപ്പാണ്. ചെറിയ ആമ. ഇതതിൻ്റെ വർഗ്ഗമൊന്നുമില്ല. നമ്മളെ കണ്ട ഉള്ളിൽ തലക്ക് വലിക്കണ്ടല്ലോ. ആ ഏറ്റവും ചെറുതാട്ടത്. ഏറ്റവും ചെറുത്. ഇവിടെ കുറച്ചും കൂടി വലിയൊരു ആമുണ്ട്. അല്ല കുറച്ചും കൂടി അതിനെക്കാട്ടി കുറച്ചും കൂടി വലിയൊരു ആമല്ലേ ഇങ്ങനെ കാണാം. ചുമളെന്നെ കടിക്കൂട്ടാ. കുറച്ച് അപ്പുറത്തുണ്ട് ചെറിയൊരു ആമ വേറെ. അച്ഛനതെന്താ? ഇതിൻ്റെ ഉള്ളിൽ മയിലുണ്ട്. വെള്ള മയിൽ അപ്പുറത്തുണ്ട്. കാങ്കരു കാങ്കരു ഒറ്റൊന്നുള്ളൂ. ഇത് വരണില്ല. ഇവിടെ കങ്കാരുണ്ട്. ഇങ്ങോട്ട് വരണില്ല. കാങ്കരുണ്ട് അവിടെ. ആ മൂലൊക്കെ പോയി ഒളിച്ചിരിക്കുക കേട്ടാ. കറുപ്പോ? കറുപ്പ് മയിലിനെ ആദ്യമായിട്ട് കാണാം കേട്ടാ. വെള്ള മയിലിനെ കണ്ടിട്ടുണ്ട്. പിന്നെ സാധാ മയിലിനെ കണ്ടിട്ടുണ്ട്. കറുപ്പ് കയ്യിൽ ആടോ. ഇത് മക്കളെ കറുപ്പ് മയിൽ ആദ്യമായിട്ട് തന്നെ. വെള്ള മയിലിനെ കണ്ടിട്ടുണ്ട്. ഇത് സാധാ മയിലിനെ കണ്ടിട്ടുണ്ട്. കറുപ്പ് മയിൽ ആദ്യമായിട്ട്. അവിടെ കങ്കര് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ മയിലാ? ഇതൊക്കെ മയിൽ തന്നെ തോന്നുന്നു. അതൊരു വെറൈറ്റി. ഇത് കാണാത്ത മയിലല്ലോ. വെറൈറ്റി മയിൽ. ഇതിനൊക്കെ കണ്ടിട്ടുണ്ട്. കറുപ്പിനെ മാത്രം കണ്ടിട്ടില്ല. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒറാങ്ങുട്ടാനാണ്. കുറേ ആൾക്കാരൊപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട്. നമ്മൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. പിന്നെ നമ്മൾക്കിവിടെ ഫുഡൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ നമ്മൾക്ക് ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചായ അതുപോലെ സ്നാക്സ് വെള്ളമൊക്കെ നമുക്ക് കിട്ടും. അവിടെ ഒരുപാട് ക്രൗഡൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരുപാട് ക്രൗഡൊന്നുമില്ല. അത്യാവശ്യം കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചില ഐറ്റംസ് ഒന്നുമില്ല. നമ്മളെ മുതലില്ല, അതുപോലെ സ്നേക്ക് ഇല്ല. അതൊക്കെ എനിക്ക് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ വലിയ ടൈപ്പ് മുതലുണ്ട്, വലിയ ടൈപ്പ് ആമുണ്ട്, പിന്നെ ഒറാങ്ങുട്ടാനുണ്ട്, പിന്നെ കുറേ ടൈപ്പ് ആടുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, പിന്നെ ക്യാമലുണ്ട്, മയിലുകളുണ്ട് കുറേ ടൈപ്പ്. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ശുഭ തൊട്ടോക്ക്. ഹായ്, ഇങ്ങോട്ട് വാ. കൈ എടുത്തോ ഷെയ്ക്കാൻ്റെ എടുത്തോ. കൈ പിടിച്ചോ പിടിക്ക്. ഹായ്, കം കം.
എന്തോ ക്ഷീണമുണ്ട് തോന്നുന്നു. മച്ചാല അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കരയുണ്ട് തോന്നുന്നുണ്ട്. ആക്കരുത്. ഇവിടെ ക്യാമലുണ്ട് കേട്ടോ. നമ്മൾ ക്യാമൽ റൈഡൊക്കെ എക്സ്ട്രാ ആണെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ക്യാമലുണ്ട്. അതിൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ടാ ഡേഞ്ചറസ് ആരോ. നേരത്തെ പറഞ്ഞിരുന്നത് മുതലില്ലാന്ന്. പക്ഷെ നമ്മൾക്ക് ഇവിടെ മുതലുണ്ട് കേട്ടോ. 1 2 3 മുതലുണ്ട്. അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ഈ മുതലിൻ്റെ ഒരു പ്രത്യേകം ഇങ്ങനെ തന്നെയാണ്. ഇതിലധികം നമ്മൾ പാർക്കിലൊക്കെ കാണുമ്പോൾ ഉള്ളത്, ഈ സൂവിലൊക്കെ കാണുമ്പോൾ ഉള്ളത് അവരിങ്ങനെ അനങ്ങാതെ നിൽക്കുക. ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും കുളിക്കുക കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ തിരിച്ചു കൊടുത്തപ്പോൾ അവരിങ്ങനെ കുളിക്കുന്നുണ്ട്. ഒരാൾ കരടിയാണ്. അതിൻ്റെ ഉള്ളിലത് ഒരാളുണ്ട്. ഇവിടെയാണ് വലിയ ടൈപ്പ്. ഓ, ഇതിൻ്റെ ഒരു സൈസ് കണ്ടാൽ നമുക്ക് പേടിയാവും. വാര സൈസ് കണ്ടാണ് കരടി. അതിൻ്റെ ഉള്ളിൽ വേറെ ഒരുത്തുണ്ട്. ആ ഇഷ്ടമോൾക്ക് വേണോ? അപ്പോൾ തരും ഒരു കടി. ആ പോയിക്കോ. അതവിടെ ഉണ്ട്. ഇത് വേറെ ടൈപ്പ് കരടി കേട്ടോ. നമ്മൾ ചെവിയൊക്കെ ഇങ്ങനെ മുകൾക്കായിട്ടുള്ള കാണാൻ കുറച്ചും കൂടി രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വി ആകൃതി ഉണ്ട് അവരെ ചെസ്റ്റിൻ്റെ അവിടെ. ഇവരൊക്കെ നഖമാണ് മെയിൻ. എന്താ പവർ എന്നറിയാം. ഒരു മുളക്കലിട്ടി അവിടെ കൊടുക്കും. രണ്ടെണ്ണമുണ്ട്. കുറേ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറയിൽ നല്ലപോലെ കാണുന്നില്ല. ഫുൾ പ്രൊട്ടക്ഷനിലാണ് ഇവർ നിൽക്കുന്നത്. ഇങ്ങനെ ഓടിക്കളിക്കുക കേട്ടാ. പക്ഷെ എന്താണ് ഓടിക്കളിക്കുക? ഇഷ്ടമുള്ളത് തരുന്നത്. ഇഷ്ടമുള്ള കൈ കൊണ്ടുപോവാ ഓട്ടാ. അതായിരുന്നു ഹൈ കൈയൊക്കെ തട്ടി പേടിച്ചിക്കണ്. ഇതാ പറ വിളിക്ക്. വിളി ജിറാഫ് വായോ. ഐ ഐ ഐ ഇതാ ഒന്നും കൂടെ. ഇഷ്ടമുള്ളത് തരുന്നത്. ഇഷ്ടമുള്ള കൈ കൊണ്ടുപോവാ ഓട്ടാ. അതായിരുന്നു ഹൈ കൈയൊക്കെ തട്ടി പേടിച്ചിക്കണ്. ഇതാ പറ വിളിക്ക്. വിളി ജിറാഫ് വായോ. ഐ ഐ ഐ ഇതാ ഒന്നും കൂടെ. അതോ പോയി. അടുത്തത് അമ്മ വരുന്നേ.
അമ്മ വരുന്നത് അതാ പോയി. ജിറാഫ്. ഇതിൻ്റെ പേരെന്താ? എന്നാ പറയൂ, ജിറാഫിനെ വിളിക്ക്. എന്നാ ഇഷമോദ തരണേ. ഉള്ളണ അതോ എന്നാ മാനെ ഇതടി മാനിന് കൊടുക്കണ ഞങ്ങള്. അയ്യോ അതാ വേറെ മാനിന് കൊടുത്ത പോയി. അതാ ഇതല്ല അത് ഞാൻ തരാട്ടാ. അങ്ങോട്ട് കുറേ കൂട്ടാൻ. അപ്പോൾ 7 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞാൻ എൻ്റെ കുട്ടീനായിട്ട് വന്നിരുന്നു. അവൾക്ക് 2 വയസ്സാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണിത്. ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് അത്ര നല്ല തണുപ്പല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ കുറച്ച് കുറവാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഉമ്മുൽക്കോയിലാണ് വരുന്നത്. ഇവിടെ 1 വയസ്സ് കഴിഞ്ഞവർക്ക് 1 വയസ്സ് കഴിഞ്ഞ മുതൽ എല്ലാവർക്കും 25 ദിർഹമാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കാണാൻ പറ്റിയ എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒറാങ്ങുട്ടാനാണ് ഇവിടുത്തെ മെയിൻ. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഇവിടെ മുതലൊന്നും ഇല്ലയെന്ന്. പക്ഷേ മുതലുണ്ട്. ഞങ്ങൾ മൊത്തം കറങ്ങിയപ്പോൾ പിന്നെയാണ് മുതലിനെ കണ്ടത്. 3-4 മുതലുണ്ട്. ഇങ്ങനെ അനങ്ങാതെ ഒരു ഭാഗത്ത് എടുക്കേണ്ട മുതലുകൾ അങ്ങനെ തന്നെയാണല്ലോ പൊതുവെ. ഇങ്ങനെ ഒരുപാടൊന്നും അനങ്ങാതെ അല്ല അവർ നിൽക്കൽ. പിന്നെ ഇവിടെ ബേഡ്സ് ഉണ്ട്. ബേഡ്സ് നമ്മളെ മേത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ അവിടെ എടുത്തരും. അത് പേയ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഫീഡിങ് നമുക്ക് ചെയ്യാം. ഫീഡിങ് ചെയ്യണമെങ്കിൽ ആ ഗ്രാസ് വാങ്ങണം. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾക്ക് വാങ്ങിയിട്ട് ഫീഡ് ചെയ്യാവുന്നതാണ്. ഒറാങ്ങുട്ടാനുണ്ട്. ഒറാങ്ങുട്ടാനായിട്ട് നമ്മൾക്ക് ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണ്? ഇവിടെ സിംഹങ്ങളുണ്ട്, കുറേ ആടുകളുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, സിംഹമുണ്ട്, അങ്ങനെ ജിറാഫുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണത്. അപ്പോൾ ഞങ്ങൾ ഈ ഏരിയയൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ഉമ്മുൽക്കോയിൻ ഭാഗത്താണോ അല്ലെങ്കിൽ ഷാർജ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു ഫ്രീ ടൈമിൽ ഒരു ദിവസമൊക്കെ വന്ന് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. പിന്നെന്താ അത്ര പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സ്മി അക്ബർ കൊട്ടായിരുന്നു. ബൈ.